അപ്പോൾ ഗൈസ് ഫൈനലി ഇന്ന് ലാസ്റ്റ് ലാബായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ ലാബും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തമ്പനിൽ ടുഡേ ഡയറക്ട്ലി പ്രൊഫഷണൽ ടു മൈ ഡേ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്ട്ലി പ്രൊഫഷണൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്നൊക്കെ അതിനെ പറ്റിയൊക്കെ വഴിയെ പറയാം. പിന്നെ തൊപ്പിട്ട് ഈ ചൂടത്ത് ഈ തൊപ്പിട്ടിരിക്കണം എന്താ വിചാരിക്കുകയാണെങ്കിൽ മുടി കെട്ടി കോളായിട്ടുണ്ട്, വെറുതെ തൊപ്പിട്ടാണ് ഞാൻ കണ്ടടിപ്പിച്ച്. അപ്പോൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ലാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരെ കയറി ചെന്നിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ റെക്കോർഡ് കാണാണ്ടാവില്ല, അതിനൊക്കെ പറ്റി ഞാൻ വഴിയെ പറയാം. ആദ്യം തന്നെ നേരെ ക്ലാസ്സിക്ക് കയറി തന്നു. ക്ലാസ്സിക്ക് വരിക്കാൻ ഓർഡറിലാണ് നിൽക്കണേ, എന്താണ് റോൾ നമ്പറിന്റെ ഓർഡറിലാണ് നിൽക്കണേ. പക്ഷെ ഞാനും വേറൊരു ചങ്ങായും കൂടി മുന്നിൽ പോയി നിന്ന്. എന്നിട്ട് ലാസ്റ്റ് റെക്കോർഡൊക്കെ അവിടെ വെക്കണം. റെക്കോർഡ് വെച്ചിട്ട് ഹാൾ ടിക്കറ്റ് കാണിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോരുത്തർക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുക. മുന്നിൽ പോയിരുന്നത് നന്നായി. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരുന്നു, ഇത് STR ലെൻ, അതായത് ലെങ്ത്, സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടിരിക്കുന്നു. പിന്നെ ക്ലയന്റ് ലോഗിൻ HTML ക്ലയന്റ് ലോഗിനും CPP STR ലെന്നും, അത് രണ്ടുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനാണ് കിട്ടിയിട്ടുള്ളത്. ആകെ ഏകദേശം 21 ലേബിളിൽ ഞാൻ ആകെ 12 തന്നെ പഠിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ വന്നുകൊണ്ടിരിക്കും ലാഭം. അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ വാങ്ങാം, പക്ഷെ 5 മാർക്ക് പോകും. ചിലവരൊക്കെ മാറ്റി വാങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിനെ വന്ന് ഞാൻ ലാഭമുണ്ട്, എങ്ങനെ മുന്നിൽ കയറുന്നുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കിട്ടി. അത് 2 കിട്ടി. അപ്പോൾ ആദ്യം തന്നെ ടീച്ചർ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതാമെന്ന്. ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് കോഡ് എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ എഴുതി കോഡ് എഴുതി ഞാൻ ഫസ്റ്റ് ആരായിട്ട് കാണിച്ചു കൊടുത്തു, പിന്നെ സെക്കൻഡ് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ കോഡൊക്കെ ശരിയാണ്. അപ്പോഴാണ് വൈവ ചോദിച്ചത്. വൈവ എങ്ങനെ ചോദിച്ചിട്ട് എനിക്കൊരു തേങ്ങ അറിയില്ല. കാരണം +1 ചോദിക്കുന്നത് വൈവ, C++ൻ്റെ ഒക്കെ എന്താ ചോദിക്കുന്നത്, STR ലെൻ എന്താ ഇങ്ങനെ എനിക്ക് ഒന്നും മനസ്സിലാവില്ല. എനിക്കാകെ ടെൻഷനാവും. ടീച്ചർക്ക് ടെൻഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു ചെറുതായിട്ടുണ്ട്, അങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒന്ന് മാത്രം കിട്ടി. ++ എന്നുള്ള എന്താന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം മുന്നിൽ ++ ഉള്ളതും പിന്നെ ബാക്കിൽ ++ ഇടുന്നത് എന്താണെന്ന് വെച്ച്. അപ്പോൾ ഞാൻ പോസ്റ്റ് ഇൻക്രിമെന്റ് പ്രീ ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതോ ഓർമ്മയിൽ പറഞ്ഞാൽ. കാരണം പിന്നെ ടീച്ചർ ചോദിച്ചു എനിക്ക് +1 എത്ര മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു CS 80-79 ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ +1 ഇത്രയും മാർക്ക് ഉണ്ടായിട്ട് അതെന്താ ഓർമ്മയില്ലാത്തത്? +1 പഠിച്ച അപ്പോഴല്ലേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതാ ഞാൻ ആലോചിക്കുന്നത്. എനിക്കൊക്കെ പഠിച്ച ഏകദേശം ഒരു മാസത്തോളം മാക്സിമം ഓർമ്മക്കുള്ളൂ. മാക്സിമം കുറേ ആയിട്ട് റിവൈസ് ചെയ്തത്. പിന്നെ ഞാനാണെങ്കിൽ വൈവൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. എന്നോട് നല്ല വൈവ മൊത്തം പോയി ചോദിച്ചു. ലാസ്റ്റ് അതെങ്കിലും പറഞ്ഞു. പിന്നെ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു, എനിക്ക് ഓർമ്മ ഇട്ടില്ല. അവിടുന്ന് ടെൻഷനായിട്ട് ടീച്ചറെ അടുത്ത് പോയിട്ട് പറയണോ, അല്ലാതെ നമ്മളെ അടുത്ത് വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അത്ര ഇതുണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോഡ് ഇങ്ങനെ ചെയ്ത് ഫസ്റ്റ് ഞാൻ കഴിഞ്ഞു. അതാണ് ഒന്നാമത് ലാഭമായത്. ഞാൻ അറിയുന്ന കോഡ് തന്നെ തന്നു. പിന്നെ എനിക്ക് അറിയുന്ന കോഡ് തന്നെ തന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കുറെ കോഡുകളുണ്ട്. അതിന് അറിയണോണ്ട് തന്നെ കിട്ടിയുണ്ട്. അറിയാത്ത കിട്ടിയാൽ നമുക്ക് മാറ്റാമല്ലോ. 5 മാർക്ക് പോകും. 5 മാർക്കും പോയില്ല. പിന്നെ വൈവേന്റെ പോയി. അതുകൊണ്ടാണ് ടുഡേ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മൈ ഡേ എന്ന് കൊടുത്തത്. കാരണം ഈക്വൽ ടു എന്ന് അറിയണമെങ്കിൽ വൈവിങ് കിട്ടണം, നല്ല ഈസി ആയിട്ടുള്ള കോഡും കിട്ടണം, പെട്ടെന്ന് കൈ വേണം. ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് കഴിഞ്ഞു. അതിനോണ്ട് 2 എനിക്ക് റെഡി ആയി. എനിക്ക് നിച്ചുള്ള കോഡും കിട്ടി. ഫസ്റ്റ് ഞാൻ കഴിഞ്ഞു. വൈവ മാത്രം കുറച്ച് പെട്ടെന്നുള്ളൂ, ബാക്കിയുള്ളൊക്കെ കിട്ടി. അതിനോണ്ടാണ് ഞാൻ അത്ര കൊടുത്തത്. പിന്നെ റെക്കോർഡ് എവിടെയെന്ന് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് കാണാനില്ല. അവിടെ തന്നെ ഉണ്ട്, സ്കൂളിൽ തന്നെ. ഏകദേശം 9 മണിക്ക് അവിടെ പോയി. 9:00-ക്കാണ് പരീക്ഷ. 9:00-ക്ക് കയറി 10:30 ഇന്ത്യ കഴിഞ്ഞു. റെക്കോർഡാണെങ്കിൽ ഓട്ടോ ഇട്ടിട്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ടീച്ചർ റെക്കോർഡ് എടുക്കാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റെക്കോർഡ് വേണ്ടായിരുന്നില്ല, ഞാൻ പോകാറിന്, ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്നാൽ റെക്കോർഡ് എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറും കൂടി അവിടെ കണ്ടിട്ട്. അപ്പോൾ അതിന് നല്ല വീട്ടിൽ പോലെ ചേച്ചി. അങ്ങനെ ലാസ്റ്റ് പരീക്ഷയും കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു മോനെ, നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്. മോസ്റ്റ് വെൽക്കം അമ്മേ. താങ്ക് യു. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഡു നത്തിങ്. അപ്പോൾ ഗൈസ് അങ്ങനെ ലാസ്റ്റ് ലാബായിട്ടുള്ള എൻ്റെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലാബ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കും ലാബും മൊത്തം കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞതിൽ വെച്ചിട്ട് 4 കഴിഞ്ഞല്ലോ. കഴിഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായ ലാബ് കമ്പ്യൂട്ടർ സയൻസ് ആണ്. പക്ഷേ വൈവ ക്വസ്റ്റ്യൻ കുറച്ച് കുടുക്കി. അതിനോണ്ട് തന്നെ ഏറ്റവും സിമ്പിളായത് കെമിസ്ട്രി. കുറച്ച് പാട് ഇന്ന് അമോണിയം സൾഫേറ്റ് എന്തോ ആയിരുന്നു. എന്നാലും വൈവ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് കെമിസ്ട്രിയാണ് ഏറ്റവും സിമ്പിൾ. സെക്കൻഡ് കമ്പ്യൂട്ടർ സയൻസ്, വൈവ കുറച്ച് സീനായിരുന്നു. പിന്നെ വയ്ക്കണം മാത്സ്, പിന്നെ ഫിസിക്സ്. അങ്ങനെയാണ് എനിക്ക് ഓർഡർ ചെയ്ത്. നിങ്ങളത് എങ്ങനെയാണ് സിമ്പിളിൻ്റെ ഓർഡർ എന്നൊന്ന് കമൻറ്റ് ഇടുക. പിന്നെ എല്ലാവർക്കും കഴിഞ്ഞെന്ന് ചോദിക്കുന്നു. ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ബോർഡിനാണ്. മോഡലുണ്ട്. മോഡൽ കഴിഞ്ഞിട്ട് ബോർഡിന് നോക്കണം. മോഡലും ബോർഡൊക്കെ സെയിം ആണല്ലോ. അതിനോട് തന്നെ പഠിക്കണം. ഒന്ന് ഫുൾ റെസ്റ്റാണ്. നാളെയും ചിലപ്പോൾ റെസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം റെസ്റ്റ് വേണമല്ലോ. കാരണം 4 ലാബ് കഴിഞ്ഞ് അതിൻ്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് റെസ്റ്റ് പിന്നെ കഴിഞ്ഞിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങളെ പ്ലാനൊക്കെ എന്താണെന്നൊക്കെ കമൻറ്റ് ഇടാം. അത്ര തന്നെ ഉള്ളൂ. എനിക്ക് സിമ്പിളായിരുന്നു എക്സാം. ലാബ് അത്യാവശ്യം എടുത്ത ഫുള്ള് ലാബും സിമ്പിൾ തന്നെയായിരുന്നു, കുഴപ്പമില്ല. അത്രേ പറയാനുള്ളൂ.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.